നമസ്കാരം. പൊതുവഴി തടഞ്ഞ് സമ്മേളനം നടത്തിയതിൽ ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് അപേക്ഷിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കൾ. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് നേതാക്കൾ കോടതിയിൽ ബോധിപ്പിച്ചു. CPM നേതാവും മുൻ സ്പീക്കറുമായ M. വിജയകുമാർ, MLA മാരായ കടകംപള്ളി സുരേന്ദ്രൻ, V. ജോയി, VK പ്രശാന്ത്, TJ വിനോദ് MLA, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPIയുടെ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരാണ് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായത്. ഇന്ന് ഹാജരാകേണ്ടിയിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ CPM തൃശൂർ ജില്ലാ സമ്മേളനം നടക്കുന്നതിനാൽ അവധിക്ക് അപേക്ഷിച്ചിരുന്നു. ഗോവിന്ദനോട് 12-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നേരിട്ട് ഹാജരാകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ല റോഡ് എന്ന് കോടതി വ്യക്തമാക്കി. റോഡിലല്ല പൊതുയോഗങ്ങളും സമരങ്ങളും നടത്തേണ്ടത് എന്ന് കോടതി ഓർമ്മിപ്പിച്ചു. പ്രതിഷേധവും സമരവും നടത്തുന്നതിന് ആരും എതിരല്ല. അത് പൊതുവഴി തടഞ്ഞും പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയും നടത്തുന്നത് അനുവദിക്കാൻ പറ്റില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. പോലീസ് സത്യവാങ്മൂലങ്ങളിലുള്ള അതൃപ്തിയും കോടതി പ്രകടമാക്കി. കേസ് മാർച്ച് 3-ന് വീണ്ടും പരിഗണിക്കുമ്പോൾ നേതാക്കൾ ഇനി നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലെക്സ്, കൊച്ചി കോർപ്പറേഷന് മുന്നിലെ കോൺഗ്രസ് സമരം, വഞ്ചിയൂരിൽ റോഡ് കൊട്ടിയടച്ച CPM ഏരിയ സമ്മേളനം തുടങ്ങിയവ ഹൈക്കോടതി ഉത്തരവുകളുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയെടുത്ത കോടതി അലക്ഷ്യ കേസിലാണ് നേതാക്കൾ ഹാജരായത്. സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ല റോഡ് എന്ന് വ്യക്തമാക്കിയ കോടതി പോലീസിന്റെ മാപ്പപേക്ഷയിലും സത്യവാങ്മൂലത്തിലും അതൃപ്തിയും പ്രകടമാക്കി. കേസ് അടുത്ത മാസം 3-ന് വീണ്ടും പരിഗണിക്കുമ്പോൾ നേതാക്കൾ ഇനി നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്നും ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. പോലീസിന്റെ മാപ്പപേക്ഷ കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് കോടതി വ്യക്തമാക്കി. വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് പരിപാടി നടത്തരുത് എന്ന് പോലീസ് പറഞ്ഞിട്ടും കേട്ടില്ല എന്നാണ് റിപ്പോർട്ട്. പോലീസിന്റെ സത്യവാങ്മൂലം കണ്ടാൽ അവർ ഇതിനൊക്കെ പ്രാപ്തരാണോ എന്ന് പോലും തോന്നിപ്പോകും. ബാലരാമപുരത്ത് റോഡ് തടസ്സപ്പെടുത്തിയ പരിപാടിയെക്കുറിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ അറിഞ്ഞിട്ട് പോലുമില്ല. എറണാകുളത്ത് ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലെ നടപ്പാതയാണ് തടസ്സപ്പെടുത്തുന്നത്.